നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ നിങ്ങൾക്കറിയാം ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടവരും ജീവൻ പോയവരും അങ്ങനെ കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്കുള്ള എന്താ പറയുക ടൗൺഷിപ്പിൻ്റെ ഭാഗമായി പണി തീർത്ത വീടിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതുപോലെ കുറേ വീടുകൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നൊന്നല്ലാതാ ഇവിടെ കുറേ ജീവനുകൾക്ക് വീട്. ഇതാണ് നിലവിൽ പണി കഴിഞ്ഞ വീട്. ഇതാണ് ഈ മോഡലായിരിക്കും വീടുകൾ ഉണ്ടാക്കുക. അതിൻ്റെ ഈ രൂപത്തിലാണ് വീടുകൾ ഉണ്ടാക്കട്ടതാ ഒരു സൗകര്യത്തിൽ. വയനാട്ടിലെ മുണ്ടക്കൈ പുതിയ വീടുകളുടെ നിർമ്മാണം നടക്കുന്ന പുനരധിവാസത്തിന് വേണ്ടി 300ഓളം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിന് പങ്കുവഹിച്ച വീടിൻ്റെ മുന്നിലാണ്. ഒട്ടേറെ കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന സർക്കാരിൻ്റെ ഏറ്റവും മികച്ചൊരു പദ്ധതിയായിട്ട് ഇവിടെ നടപ്പാക്കുകയാണ്. അതിവേഗത്തിലാണ് ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചത്. ഇത്രയും ഗംഭീരവും സൗകര്യമുള്ള ഒരു സംരംഭം സർക്കാരിനല്ലാതെ ഒരുക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ്. ഇത് കയറി കാണുകയും ഇത് സന്ദർശിക്കുകയും വേണം. അപ്പോഴേ അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കുകയും. ഇതുപോലെ എത്ര വീടാണ് ഉണ്ടാക്കുന്നത്? 400 സംതിങ് വീടുകളാണ്. ഇതുപോലത്തെ 400 ചില്ലോണം വീടുകളാണ് ഇവിടെ പണി കഴിച്ച് തീർക്കാൻ പോകുന്നത്. നിലവിൽ ഇതാ ഒരു വീടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതോടെ 400 ചില്ലോണം വീടുകളാണ് ഇവിടെ പണി തീർക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും വന്ന് ഈ വീടിൽ നിന്ന് കാണാം. ഇത്രയും എന്താ പറയുക ഭംഗിയായ വൃത്തിയിലാണ് ഈ വീടിൻ്റെ പണികളൊക്കെ. ഒരു കുടുംബത്തിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ ഒരു സംവിധാനമാണ്. ബാത്റൂം സൗകര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാ സൗകര്യങ്ങളോടും കൂടി നമ്മൾ എനിക്ക് തോന്നുന്നു മലയാളികൾ എന്തായാലും ഇത് വന്ന് മലയാളികളല്ല എല്ലാ ജനങ്ങളും ഒക്കെ മൈഞ്ഞ് സഹായിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു വീട് ഇവിടെ വെറുതെ വാഗ്ദാനങ്ങളല്ല. വീടുകൾ ഉണ്ടാക്കുന്ന വീടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ ഇത്രയും വലിയ സൗകര്യങ്ങളുള്ള ഒരു വീട് എല്ലാ സൗകര്യം. ഇതാണ് അടുക്കളയാണ്. ഇത്രയും വലിപ്പമുള്ള അടുക്കള സൗകര്യങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. ഇതുപോലത്തെ 400 വീടുകളാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് ഈ വീടുകളൊക്കെ ഒന്ന് സന്ദർശിക്കുക. ഈ വീടാണ് ഇപ്പോൾ നിലവിൽ പണി കഴിഞ്ഞത്. അതിൻ്റെ പുറത്ത് ഒരുപാട് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടുകൾ കുറേ ഉണ്ട്. ഫുൾ ടൈം പണിക്കാർ ഉണ്ട്. ഇതാ കണ്ടോ ഇത്രയും വീടുകൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ 6 മണിയായി. എന്നിട്ടും പണികളൊന്നും നിന്നിട്ടില്ല. ഇവിടെ ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുക. അതെ, രാത്രി 12 മണി വരെ ഇവിടെ പണി നടക്കുന്നതാണ് പറയുന്നത്. അതെ, ഇത് വെറും വാക്കുകളല്ല, വാഗ്ദാനങ്ങളല്ല, വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ളതാണെന്ന് തെളിവാണിത്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 400-ൽ പരം വീടുകൾ. എല്ലാ മലയാളികളും ഈ സ്ഥലങ്ങളൊക്കെ വന്ന് സന്ദർശിച്ച് കാണുക. അരേട്ടാ 2 വാക്ക്. ഈ സംരംഭം വന്ന് കാണാത്ത ആളുകൾ പടച്ചുണ്ടാക്കുന്ന ചില വിവരക്കേടുകൾ കേട്ടാലും വിശ്വസിക്കരുത്. ഒരു സർക്കാരിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നത്. ഒരു ദുരന്ത ബാധിതർക്ക് ഇതിൽ കൂടുതൽ ഏതെങ്കിലും രാജ്യത്ത്, ഇന്ത്യയിൽ എന്നല്ല ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇത്തരം ഒരു സംരംഭം നടന്നതായിട്ട് നമുക്ക് തെളിയിച്ചെടുക്കാൻ കഴിയില്ല. അത്രയും ജനങ്ങളെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മഹത്തായ സംരംഭം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വന്ന് കാണുന്ന ആർക്കും ഇത് നിഷേധിക്കാൻ പറ്റാത്ത പകരുപോയ ഒരു സത്യമാണ് ഇവിടെ നടക്കുന്നത്.
കാണാവുന്നവരാ. ഇതാ ചാനലർ ഉണ്ട് ഇവിടെ. ഇത് പറഞ്ഞത് രാത്രി 12 മണി വരെ ഇവിടെ വർക്ക് നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിൽ വന്ന് കാണുമ്പോഴാണ് ഇത്ര സൗകര്യമുള്ള ഒരു വീട് എന്ന് പറയുമ്പോൾ ആർക്കായാലും അഭിമാനം തോന്നുന്നു. ഈ സർക്കാരിന് 1000 അഭിനന്ദനങ്ങൾ. കോൺക്രീറ്റ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. 291 വീടുകളുടെ പില്ലറുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. സ്ലാബിംഗ് പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് എല്ലാ പ്ലംബിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ഈ സമയത്തോടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തനം നേരിട്ട് കാണാനായി ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിയിരിക്കുന്ന ഒരു സമയമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഞങ്ങളുടെ കൂടെ അവരൊക്കെ തന്നെയുണ്ട്. ഞങ്ങൾ ഇവിടേക്ക് കയറി വരുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ടൗൺഷിപ്പ് നോക്കിക്കാണുന്ന ഒരു സ്ഥിതിയാണ്. എന്താ സംഭവിച്ചത് എന്നറിയാതെയാണ് ഞങ്ങൾ ഇവരോട് കാര്യങ്ങൾ ചോദിക്കുന്നത്. ടൗൺഷിപ്പ് കണ്ടു എന്ന് തോന്നുന്നു അല്ലെ? ടൗൺഷിപ്പ് നടന്നു കണ്ടോ? എന്ത് പറയുന്നു? ഈ വീട് ഞങ്ങൾ കയറി കണ്ടു. കയറി കണ്ടു. വളരെ സന്തോഷമായി. കാരണം ഒരു വീട്ടമ്മയ്ക്ക് ഏറ്റവും എല്ലാ